നമ്മളെങ്ങട്ടാ പോണ്? നമ്മളെങ്ങട്ടാ പോണ്? നമ്മളെങ്ങട്ടാ പോണ്? എങ്ങോട്ട് പോണ്? എങ്ങോട്ട് പോണ്? എന്ത് കുഞ്ഞ എങ്ങോട്ട് പോണ്? അതെ, ഞങ്ങള് സിനിമയ്ക്ക് പോകാണ് കേട്ടോ. ഇന്ന് ഈസ്റ്റർ ആയിട്ട് വേറെ ഒന്നും സ്പെഷ്യൽ ചെയ്യാനില്ലാത്തത് കൊണ്ട് ഒരു സിനിമയ്ക്ക് പോവാന്ന് വെച്ചു. വാഴ 2 ആണ് ആഗ്രഹിച്ചത് കാണാൻ. ബട്ട് അതിന് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് ആട് 3യിൽ ആശ്വസിക്കാമെന്ന് വെച്ചു. സിനിമ കാണാൻ കുഞ്ഞാപ്പു ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു ടാസ്ക് ആണ്. അവൻ ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്നത് വളരെ പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഉച്ചക്കലത്തെ ഉറക്കം അങ്ങോട്ട് ക്യാൻസൽ ആക്കിയിട്ട് അവനെ ഞങ്ങൾ സിനിമ കാണാൻ കൊണ്ടുപോയി. ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ തിയേറ്ററിൽ കയറി അപ്പം ആള് നല്ലൊരു പൂര ഉറക്കം ഉറങ്ങുന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ആ ഒരു പ്ലാൻ ചൂസ് ചെയ്തത്. പ്ലാൻ പ്രകാരം തന്നെ ആളങ്ങോട്ട് കയറി അപ്പൊ തന്നെ ഉറങ്ങി. ഒരു ഫസ്റ്റ് ഹാഫ് വരെ നല്ല ഉറക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇടവേള ആയപ്പോ ആൾ ഉണർന്നപ്പോ തന്നെ ഞങ്ങള് പോയി പോപ്കോണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കയ്യിൽ സെറ്റാക്കി വെച്ചിരുന്നു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറുന്ന ആൾ സമ്മതിച്ചില്ല. അങ്ങോട്ട് ബഹളമായ വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞിട്ട് അവസാനം പഠിച്ച പണി 18 നോക്കിയിട്ടും ആള് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അവസാനം പാറു സിനിമ ഒഴിവാക്കി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥയായി. സാരില്ല, എന്നാലും ഒരു ഫസ്റ്റ് ഹാഫ് വരെ ആളിരുന്നു. ഇത്രയ്ക്ക് ഞങ്ങൾ ഇരിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നാൽ അതുവരെ ഇരുന്നത് തന്നെ പ്രതീക്ഷിച്ചത്ര സിനിമ അത്ര പോരായിരുന്നു കേട്ടോ. കാരണം എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊക്കെ ആട് 2 കണ്ട് ചിരിച്ച് വയറ് വേദനിച്ച ഒരാളായിരുന്നു. ആ ഒരു പ്രതീക്ഷയിൽ തന്നെ ഞാൻ തിയേറ്ററിൽ എത്തിയത്. പക്ഷെ ആട് 3 എനിക്ക് വളരെ നിരാശയാണ് തന്നത്. കാരണം എനിക്ക് അത്ര വലിയ അങ്ങോട്ട് ഇഷ്ടമായില്ല പടം. ഞാൻ വിചാരിച്ചത്ര പോരാ. കോമഡി അങ്ങോട്ട് ഏക്കണമെന്നില്ല. എനിക്ക് അങ്ങോട്ട് ചിരിയൊന്നും വരണേ ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ കാര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങളെ ആട് 3 കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു എന്ന എക്സ്പീരിയൻസ് എന്ന് എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ. പക്ഷെ എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ആട് 3 അത്ര പോരാൻ തോന്നി. എന്തൊക്കെയോ അവര് അതിന്റെ ഉള്ളിൽ ചേർത്ത് ബാഹുബലിമാരും അതും ഇതും യുദ്ധം കാര്യങ്ങൾ ഇതൊന്നല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഞാനൊരു നാടൻ ശൈലിയിൽ നമ്മുടെ ആട് 1 ആട് 2 ഒക്കെ കണ്ട് ഞാൻ ആട് 3 അതുപോലെ തന്നെയാണ് പ്രതീക്ഷിച്ചത്. കുറച്ചും കൂടി ബെറ്റർ ആവുന്നു വിചാരിച്ചിരുന്നു. പക്ഷെ അതിന്റെ അത്രയ്ക്ക് എത്തിയത് പോലും ഇല്ല. ചില കോമഡികളൊന്നും ഏക്കുന്നുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫ് ആയപ്പോ ഒരുവിധം ഒരു കോമഡി ഒക്കെ വന്നു. പക്ഷെ അവസാനം ക്ലൈമാക്സ് കലോടച്ചു. സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പം എന്തോ ഒരു മൂകത. സിനിമ കണ്ടോ കണ്ടില്ല എന്നൊരു തോന്നലുമായി എനിക്ക് തോന്നി. എനിക്ക് അതുപോലെ തന്നെ അതുപോലെ ഇഷ്ടമായില്ല. പിന്നെ എനിക്ക് വാഴ 2ന്റെ ടിക്കറ്റ് കിട്ടാത്തതിന്റെ ഒരു വിഷമം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം മൊത്തത്തിൽ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാഞ്ഞത് പടം. അപ്പൊ ഇത്രയുള്ളത് വിശേഷം. ടാറ്റ ബൈ ബൈ, സീ യു.